ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് എൻ്റെ മനസ്സിലുള്ള ഒരു സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയുമായിട്ട് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. എന്താണ് സന്തോഷം എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു വീഡിയോയുടെ തംബ്നെയിൽ കണ്ടപ്പം. നിക് വ്ലോഗ്സിനെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. നിക് വ്ലോഗ്സിൻ്റെ കഴിഞ്ഞൊരു വീഡിയോ ഉണ്ടായിരുന്നു, എല്ലാവരും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. ഒരു പേപ്പർ പ്ലെയിൻ ചലഞ്ച് വീഡിയോ. അപ്പോൾ ആ ഒരു ചലഞ്ച് വീഡിയോയിൽ ഞാനും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. എനിക്ക് ചെയ്യാൻ കഴിയുമോ എന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഒരു പേപ്പർ എടുക്കുന്ന ആ ഒരു ടൈം വരെയും എനിക്ക് പറ്റൂലേ എന്ന് തന്നെയാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ ആ ഒരു പേപ്പർ വെച്ചിട്ടൊരു പ്ലെയിൻ ഉണ്ടാക്കി അത് പറത്തി അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് പറഞ്ഞ് ആ ഒരു വീഡിയോ എടുത്ത് നിക് വ്ലോഗ്സിൻ്റെ ഇൻസ്റ്റാഗ്രാമിനകത്ത് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഒരു വീഡിയോ നിക് വ്ലോഗ്സിൻ്റെയൊക്കെ വോയിസ് കൊടുത്തിട്ട് വേറൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിനകത്തും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ഈ ഒരു വീഡിയോ നിക് വ്ലോഗ്സ് കാണുന്നത് വരെ ഷെയർ ചെയ്യണം, എല്ലാവരും നിക് വ്ലോഗ്സിനെ മെൻഷൻ ചെയ്യണമെന്ന്. ഒരുപാട് ആൾക്കാരാണ് നിക് വ്ലോഗ്സിനെ ആ ഒരു വീഡിയോയ്ക്ക് മെൻഷൻ ചെയ്തത്. ഒരുപാട് ആൾക്കാർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവസാനം നിക് വ്ലോഗ്സ് ആ ഒരു വീഡിയോ കണ്ട് ആ ഒരു വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ഇട്ട് ചെയ്ത് ഗൈസ്. ഒരുപാട് സന്തോഷം തോന്നി ഗൈസ്, ഒരുപാട് സന്തോഷം തോന്നി. ഞാൻ രാവിലെ എഴുന്നേറ്റ് ഫോൺ എടുത്ത് നോക്കുമ്പോഴാണ് നിക് വ്ലോഗ്സിൻ്റെ ആ ഒരു ലൈക്കും കമൻറ്റ് കിടക്കുന്നത് ഞാൻ കണ്ടത്. ഞാൻ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല, അപ്രതീക്ഷിതമായിട്ടാണ് ആ ഒരു ഇതിലായി കണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സന്തോഷം എനിക്ക് തോന്നി. നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെയാണ് ആ ഒരു വീഡിയോ നിക് വ്ലോഗ്സ് കണ്ടത്. മെൻഷൻ ചെയ്ത, ഷെയർ ചെയ്ത, ലൈക്ക് ചെയ്ത, ആ വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്ത ഓരോരുത്തർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. കൂടാതെ ആ ഒരു വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ഇടാൻ മനസ്സ് കാണിച്ച നിക് വ്ലോഗ്സിനും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. പേപ്പർ വെച്ചിട്ട് പ്ലെയിൻ ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, വീഡിയോ എടുത്ത് നോക്കാം. ഫെയിൽ ആയിരുന്നാൽ കൂടിയും അത് തന്നെ എടുത്ത് അപ്ലോഡ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഞാൻ ആ ഒരു വീഡിയോ എടുക്കുന്നത്. പക്ഷേ ആദ്യത്തെ ആ ഒരു പ്ലെയിൻ ഉണ്ടാക്കിയപ്പം അത് നശിപ്പിച്ച് ഞാൻ എടുത്ത് കളയുകയാണ് ചെയ്തത്. രണ്ടാമത് ഉണ്ടാക്കിയപ്പോഴാണ് അത് കറക്റ്റായിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തത്. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ആ ഒരു പ്ലെയിൻ ഉണ്ടാകുന്നത്. എനിക്ക് കുഞ്ഞിലെ പഠിക്കുന്ന ആ ഒരു ടൈമിലേക്കാണ് സത്യത്തിൽ ഞാനൊരു ആ ഒരു പ്ലെയിൻ ഉണ്ടാക്കിയത്. ഇപ്പം ഈ ഒരു അവസ്ഥയിൽ ഉണ്ടാക്കിയിട്ട് പോലും ഇല്ല. ആ ഒരു ചലഞ്ച് വീഡിയോ കാരണം എനിക്ക് ആ ഒരു പ്ലെയിൻ ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞു. ഉണ്ടാക്കിയതിൽ അതിലേറെ സന്തോഷവും എനിക്ക് കിട്ടി. അത് നിങ്ങൾ ഓരോരുത്തരും കാരണം തന്നെയാണ് എനിക്ക് ആ ഒരു സന്തോഷം കിട്ടിയത്. അപ്പോൾ പേപ്പർ പ്ലെയിൻ ചലഞ്ചിങ് വീഡിയോയിൽ നിങ്ങൾ ആരെങ്കിലും പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ഇടണേ. പങ്കെടുത്തിട്ടില്ല എങ്കിൽ ഒന്ന് പങ്കെടുത്ത് നോക്ക്, ചിലപ്പം എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടിയാലോ. ആ വീഡിയോയിൽ പറയുന്നുണ്ട് ഒരു സമ്മാനം കിട്ടുമെന്ന്. എനിക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്കെങ്കിലും കിട്ടുമല്ലോ. അപ്പോൾ എന്തായാലും ഒന്ന് ആ ഒരു പേപ്പർ പ്ലെയിൻ ചലഞ്ച് വീഡിയോയിൽ എല്ലാവരും ഒന്ന് പങ്കെടുത്ത് നോക്കൂ. അപ്പോൾ എൻ്റെ ഈ ഒരു സന്തോഷം നിറഞ്ഞ ഈ ഒരു കാര്യം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ഒന്ന് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരേക്കും എല്ലാവർക്കും thank you.